ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു അഫോർഡബിൾ ഷോപ്പിംഗ് ഹാൾ കണ്ടാലോ? ഫസ്റ്റ് ഈ ഒരു ബാഗ് കണ്ടോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബാഗ്. ഒരു ന്യൂട്രൽ ബീച്ച് കളറ്, അതേപോലെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വൂവൺ മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഒരു ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക്, കോട്ടൺ അല്ലെ ഒരു ലിനൻ മെറ്റീരിയലൊക്കെ നൈസായിരിക്കും കേട്ടോ. ഒരു സിമ്പിൾ സ്ട്രാപ്ലെസ് സൺഡ്രസ് അല്ലെങ്കിൽ ഒരു ബേജ് ക്രീം കളറൊക്കെ അത്യാവശ്യം അടിപൊളിയായിരിക്കും കേട്ടോ ഇതിൻ്റെ ഒപ്പം. അതേപോലെ തന്നെ ഈ ബാഗിന് നല്ല സ്പേസും തന്നെ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു പേഴ്സൊക്കെ വെക്കാനുള്ള ഒരു കുഞ്ഞൊരു സ്പേസും കൂടി ഉണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാനിത് ട്രൈ ചെയ്തായിരുന്നു. എൻ്റെ ഫോട്ടോ ഞാൻ ഓൾറെഡി ഇതിൻ്റെ തംബ്നെയിലായിട്ട് കൊടുത്തേക്കണം. ഈ ഒരു ബാഗാണ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ബാഗാണ്. കറക്റ്റ് സമ്മർ ടൈമിലൊക്കെ പറ്റിയ ബാഗ്. നെക്സ്റ്റ് വന്നത് ടോട്ട് ബാഗ് ആട്ടോ. ഒരു വൈബ്രൻറ്റ് ഗ്രീൻ കളർ ഫ്ലോറൽ പാറ്റേൺ ഒക്കെ തന്ന ഒരു സമ്മറി വൈബിന് പറ്റിയ അടിപൊളി ബാഗാട്ടോ. ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ ഈ ബാഗ്. എനിക്ക് തോന്നുന്നത് ഇതൊരു ഫ്ലോറൽ പാറ്റേൺ ഡ്രസ്സിൻ്റെ ഒക്കെ ഒപ്പം നൈസായിരിക്കും അല്ലേ. അതേപോലെ ഇത് സിമ്പിളായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റണം. എനിക്ക് ഭയങ്കര ഉപകാരമായി. അതുകൊണ്ട് നമുക്ക് എവിടെ വേണേലും എടുത്ത് വെക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ലൊരു സ്പേസ് തന്നെ ഉണ്ട്. ഭയങ്കര ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കൊരിക്കലും ഇത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബാഗൊന്നും അല്ല. എനിക്ക് ഫസ്റ്റ് കാണിച്ച ആ ഒരു ബാഗാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ടോട്ട് ബാഗ്. ഇത് സിമ്പിൾ, ഈ സമ്മറൊക്കെ ആയതുകൊണ്ട് എവിടെയെങ്കിലും ചുമ്മാ ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകാൻ പറ്റിയ ബാഗ് എന്നൊക്കെ പറയാം. നെക്സ്റ്റ് എന്താണെന്ന് കണ്ടാലോ, ഒരു കളർഫുൾ ഫോൺ കേസാണ് കേട്ടോ. ഇത് സോഫ്റ്റ് റബ്ബർ മെറ്റീരിയലാട്ടോ വന്നത്. ഒരു പേസ്റ്റൽ ഡിസൈനാണ്. അതേപോലെ ഒരു സ്മൈലി ഫേസ് കണ്ടാൽ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ യൂസ് ചെയ്യണത് ഇതാണ്. അപ്പം എനിക്ക് തോന്നുന്നു തെമ്മൂടെ എല്ലാ ഫോൺ കേസസ് അടിപൊളിയായിട്ട് ഞാൻ വാങ്ങിച്ച മിക്കപ്പോഴും ഞാൻ പർച്ചേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തെമ്മൂടെ ഫോൺ കേസസ്. നെക്സ്റ്റ് ഈ ഒരു ഹെയർ ക്ലിപ്പാട്ടോ. സോ ബ്യൂട്ടിഫുൾ. ഇത് ഏത് ഹെയർ സ്റ്റൈലിൻ്റെ ഒപ്പം പോകും പറ്റിയൊരു ക്ലിപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ട്. സിമ്പിൾ യെറ്റ് എലഗൻറ്റ് ആയിട്ടുണ്ട് ഡിസൈൻ. ഒരു ഈസ്തറ്റിക് ഫിനിഷൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഈസ്തറ്റിക് ലുക്കിനൊക്കെ പറ്റിയൊരു ക്ലിപ്പ്. ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കണ ഒരു ക്ലിപ്പായിരിക്കും അല്ലേ. എനിക്കിത് കുട്ടി കുട്ടി ക്ലിപ്പ് അന്ന് തെമൂന്ന് തന്നെ വാങ്ങിച്ചിരുന്നു. അപ്പം അതിൻ്റെ ഒരു ലാർജ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വൈറ്റ് ഒരു നല്ല രസമുള്ളൊരു ക്ലിപ്പ്. എന്തായാലും എനിക്ക് ഇനിയും ഞാൻ ഇതേപോലത്തെ ക്ലിപ്പ് ഈ തെമൂന്ന് വാങ്ങിക്കും കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു സ്റ്റണ്ണിങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെയർ ടൈ ആട്ടോ. ഒരു വിൻറ്റേജ് ഫ്ലവർ ഡിസൈനൊക്കെ തന്നിട്ട് ഇതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് അഫോർഡബിളാണ്, അതേപോലെ തന്നെ ക്വാളിറ്റി ഉള്ള ഒരു ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു 90 പെൻസിന് ഓഫറിന് എനിക്ക് എന്ത് കിട്ടിയാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഭയങ്കര കംഫോർട്ടബിൾ ആട്ടോ ഈ ഒരു ഹെയർ ടൈ. എനിക്ക് വാങ്ങിച്ചതിൽ വെച്ചിട്ട് ഹെയർ ടൈയിൽ ഞാൻ കുറേ തെമൂന്ന് വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചതിൽ വെച്ചിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടും ഭയങ്കര കംഫോർട്ടബിളായിട്ട് തോന്നിയ ഒരു ഹെയർ ടൈ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇത് വന്നത് 5 പീസ് സെറ്റാട്ടോ വന്നത്. കാറ്റ് ഐ സൺഗ്ലാസ് ആണ്. ഒരു സ്റ്റൈലിഷ് അതേപോലെ തന്നെ സൂപ്പർ അഫോർഡബിൾ ആട്ടോ. സൺഗ്ലാസ് ഒരു എൻ്റെ ഒരു ഇതിൽ ഒരു 3 or 4 ബ്രാൻഡഡ് വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതേപോലെ അഫോർഡബിൾ വാങ്ങിച്ചാൽ നമുക്ക് ഏതിൻ്റെ ഒപ്പവും ഇതേപോലെ മാറി മാറി ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പം നിങ്ങൾ ഇതേപോലെ അഫോർഡബിൾ വാങ്ങിക്കുക. അതേപോലെ തന്നെ ബ്രാൻഡഡ് എപ്പോഴും വാങ്ങിച്ച് വെക്കുക. ഇതേപോലെ എപ്പോഴും യൂസ് ചെയ്യാൻ ബ്രാൻഡഡേ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. പക്ഷേ ഇതേപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റൈലിഷായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയത് ഇതേപോലെ ഞാൻ അഫോർഡബിളായിട്ട് ഞാൻ കുറേ സൺഗ്ലാസ് വാങ്ങിക്കാറുണ്ട്. തെമൂന്നും അതേപോലെ തന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട്. എനിക്ക് സൺഗ്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ അറിയായിരിക്കും ഞാൻ കൂടുതൽ ഇങ്ങനെ മാറി മാറി സൺഗ്ലാസസ് യൂസ് ചെയ്യണത്. അത് അഫോർഡബിൾ റേഞ്ചിലുള്ളത് ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇതൊരു സ്റ്റണ്ണിങ് ബീച്ച് ഇൻസ്പയർഡ് നെക്ലസ് ആട്ടോ. ഇത് കണ്ടാൽ തന്നെ അറിയില്ല എന്ത് രസമാണ് കാണാൻ. കുറേ പേൾസും സീഷെൽസും സ്റ്റാർ ഫിഷും ഗോർജിയസ് ഗോൾഡൻ കളറാട്ടോ ഈ ചെയിനിന്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ സമ്മറാണ് ഇവിടെ, അപ്പം കുറേ ഡ്രസ്സിൻ്റെയൊക്കെ ഒപ്പം ഈ ഒരു നെക്ലസ് ഇട്ടാൽ നൈസായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളിപ്പം ഒരു യുണീക്ക് ആക്സസറിയൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊക്കെ ചെക്കൗട്ട് ചെയ്യാത്ത മൂന്ന്. പിന്നെ വാങ്ങിച്ചത് ഈ ഒരു ഹെയർ കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ എപ്പോഴും നോക്കണം എന്ന് ആലോചിച്ചിരിക്കണമായിരുന്നു. എനിക്ക് ഹെയർ കട്ട് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ ഇതേപോലെ ചുമ്മാ ഞാൻ ഈ വെച്ച് നോക്കാൻ വേണ്ടി മാത്രം വാങ്ങിച്ചതായിട്ട്. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ഒരു ചിരി വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് വന്നത് ഒരു സമ്മർ ഔട്ട്ഫിറ്റാട്ടോ. കിഡ്സിനൊക്കെ പറ്റിയത്. കാഷ്വൽ ഒരു ഷോർട്ട് സ്ലീവും ഷർട്ടും അതേപോലെ ഷോർട്സുമാണ്. ഈ മെറ്റീരിയൽ ഈ നൈറ്റൊക്കെ ഇട്ട് കിടക്കാൻ വേണ്ടി നല്ല മെറ്റീരിയൽ, അതേപോലെ സൂപ്പർ അഫോർഡബിളും കൂടിയാട്ടോ. എനിക്ക് തെമൂന്ന് ഞാനിങ്ങനെ വാങ്ങിക്കാറുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം ഞാൻ വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ ഈ കിഡ്സിന് പറ്റിയ മെറ്റീരിയൽസ് വാങ്ങിക്കാറുണ്ട് തെമൂന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം.
പിന്നെ വന്നത് നഴ്സറിയിലേക്ക് ഡ്രസ്സിലൊക്കെ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റിയ നെയിം സ്റ്റാമ്പാണ് കേട്ടോ ഇത് വന്നത്. അതേപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചു അവൻ്റെ വാട്ടർ ബോട്ടിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നഴ്സറി പോകുമ്പം. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട്. സ്റ്റാമ്പ് എനിക്ക് അത്ര അറിയില്ല, എന്തായാലും യൂസ് ചെയ്തിട്ട് ഞാൻ പിന്നീട് ഏതെങ്കിലും ഒരു വ്ളോഗിൽ എന്തായാലും പറയാം. സ്റ്റിക്കറൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെമൂന്ന് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ഇത് വന്നത് ഒരു ടേപ്പാട്ടോ. പിന്നെ വന്നത് ഒരു റാൻഡം 10 പീസ് സോക്സ് ആണ്. ഇത് കിഡ്സിൻ്റെ സോക്സ് ആട്ടോ. ഞാൻ സാക്കിന് കുറച്ച് സോക്സ് ഇതേപോലെ വാങ്ങിച്ചായിരുന്നു. എപ്പോഴും സോക്സ് കാണാതെ, അതുകൊണ്ട് ഇവിടെ എപ്പോഴും സോക്സ് ഞാൻ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ തെമൂന്ന് ഞാൻ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവന് വാങ്ങിക്കാറുണ്ട്. ഇത് മെറ്റീരിയൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ചെക്കൗട്ട് ചെയ്യാം. സോ എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതേപോലത്തെ കുട്ടി കുട്ടി തെമു വ്ളോഗായിട്ട് ഞാൻ വരാം. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. Bye.